ഹനുമാൻ സ്വാമിക്ക് പ്രധാനപ്പെട്ട കുറച്ച് വഴിപാടുകളും ഫലങ്ങളുമാണ് പറയുന്നത്. അപ്പോൾ ഹനുമാൻ സ്വാമിക്ക് വഴിപാടിന് പറ്റിയ സമയങ്ങൾ നമുക്ക് ചൊവ്വ, വ്യാഴം, ശനി ദിവസങ്ങൾ, മൂലം നക്ഷത്രം, ഈ ദിവസങ്ങളൊക്കെ ഹനുമാൻ സ്വാമിക്ക് വഴിപാട് നടത്താനായിട്ട് വളരെയധികം ഗുണം ചെയ്യുമെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പോൾ ഹനുമാൻ സ്വാമിക്ക് ഏത് വഴിപാട് എന്ത് ചെയ്താലും ശനിദോഷങ്ങളൊക്കെ മാറാനായിട്ട് വളരെയധികം നല്ലതാണ്. അപ്പോൾ ഹനുമാൻ സ്വാമിയുടെ പ്രീതി വന്നു കഴിഞ്ഞാൽ ശനിദോഷം മാത്രമല്ല എല്ലാ ഗ്രഹദോഷങ്ങളും മാറ്റാനായിട്ട് വളരെയധികം ഗുണകരമാണ്. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് എടുക്കാം. ആദ്യം തന്നെ പറയുന്നത് വെറ്റിലമാലയാണ്. വെറ്റിലമാല നമ്മുടെ ദോഷകാഠിന്യം കുറഞ്ഞ് വിജയം സിദ്ധിക്കുന്നതിനാണ്. അതായത് നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും പിന്നെ കാര്യങ്ങളിൽ നമ്മൾ പിന്നോട്ട് പോവുകയാണെങ്കിൽ വിദ്യാഭ്യാസം അല്ലെങ്കിൽ ജോലി അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക ഏതെങ്കിലും മേഖലയിൽ നമ്മൾ നിൽക്കുന്നവരാണെങ്കിലോ ഏതെങ്കിലും ഒരു പദവി വഹിക്കുന്നവരാണെങ്കിലോ നമ്മൾ പിന്നോട്ട് പോകുന്നവരാണെങ്കിൽ ആ ഒരു പിന്നോക്കം മാറി നമുക്ക് അതിൽ തിളങ്ങാനും വിജയിക്കുവാനും സാധിക്കും. ഇപ്പോൾ ജോലി ഇല്ലാത്തവരാണെങ്കിലോ നല്ല ജോലി കിട്ടാനോ ജോലിയിൽ ബുദ്ധിമുട്ടുന്നവരാണെങ്കിലോ അവരുടെ തൊഴിൽ വിജയം കിട്ടാനോ ബിസിനസ് വിജയം, വിദ്യയിൽ വിജയം, പരീക്ഷ വിജയം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ തന്നെ മറ്റൊരു ഫലം ഇതിൻ്റെ പറയുന്നത് വിവാഹം നടക്കാത്തവരാണെങ്കിൽ ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല ചേർത്തി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ വിവാഹം നടക്കുമെന്നാണ് പറയപ്പെടുന്നത്. പിന്നെ അടുത്തത് തുളസിമാലയാണ്. തുളസിമാല അണിയിച്ച് പ്രാർത്ഥിച്ചാൽ നമ്മുടെ രോഗദുരിതങ്ങൾ മാറാനായിട്ട് വളരെയധികം നല്ലതാണ്. അപ്പോൾ നമുക്ക് തുളസിമാല എന്തെങ്കിലും കഠിനമായ രോഗത്തിൽ ഉള്ളവരുണ്ടെങ്കിൽ അവർ മാറണമെന്നുള്ളവർ ഈ ഞാൻ മുന്നേ പറഞ്ഞ ഏതെങ്കിലും ഒരു ദിവസത്തിൽ പതിവായിട്ട് തുളസിമാല അണിയിച്ച് പ്രാർത്ഥിക്കുന്നത് വളരെയധികം നല്ലതാണ്. ഇനിയിപ്പോൾ രോഗങ്ങളുള്ളവർ അവർക്ക് ക്ഷേത്രത്തിലേക്ക് പോകാനും ഒക്കെ ബുദ്ധിമുട്ടാണ്, യാത്ര ബുദ്ധിമുട്ടാണ്, അത്രയും കഠിന രോഗങ്ങളിലൊക്കെ നിൽക്കുന്നവരാണെങ്കിൽ അവർക്ക് വേണ്ടി അവരുടെ വീട്ടിൽ ആർക്കെങ്കിലുമൊക്കെ ചെയ്യാം. അതുപോലെ തന്നെ മറ്റൊരു വഴിപാട് വെണ്ണ നിവേദ്യം. നമ്മുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കുന്നതിന് വേണ്ടിയാണ് വെണ്ണ നിവേദ്യം നടത്തുന്നത്. അതുപോലെ അവൽ നിവേദ്യം ഹനുമാൻ സ്വാമി ലങ്കയിലേക്ക് പുറപ്പെട്ടപ്പോൾ ശ്രീരാമ ഭഗവാൻ വഴിയിൽ കഴിക്കാൻ നൽകിയതാണ് അവൽ നിവേദ്യം. അപ്പോൾ അവൽ നിവേദ്യം നടത്തി പ്രാർത്ഥിച്ചാൽ നമ്മുടെ കർമ്മ തടസ്സങ്ങളൊക്കെ മാറും എന്നാണ് പറയുന്നത്. അതുപോലെ ഹനുമാൻ സ്വാമിക്ക് എല്ലാ വഴിപാടുകളും നല്ലതൊക്കെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വഴിപാട് നടത്തി പ്രാർത്ഥിക്കുക.